വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. നമുക്കിന്ന് പച്ചമുളക് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഇതാ നമ്മളിവിടെ ഒരു 100-150 ഗ്രാമോളം പച്ചമുളകൊക്കെ ഞെട്ടൊക്കെ കളഞ്ഞൊന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്കിതിനെ ഒന്ന് ആവിയിൽ വെച്ച് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ദാ ഇതുപോലെ ഒരു കുഴിയൻ പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് ദാ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് പകർത്ത് മാറ്റി ഒരിടത്തേക്ക് വെക്കാം കേട്ടോ. അതായത് നമുക്കതിനെ ഒരു കോട്ടൺ തുണിയിലേക്കാണ് ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. കോട്ടൺ തുണി തന്നെ നിർബന്ധമാണ്. പോളിസ്റ്റർ ഒക്കെ ആകുമ്പോൾ വെള്ളം വലിഞ്ഞു പോകാനൊന്നും സാധ്യതയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വേർപ്പ് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നല്ല രീതിയിലൊന്ന് വലിഞ്ഞു കിട്ടണം. അതിനായിട്ടാണ് നമ്മളിങ്ങനെ പകർത്ത് മാറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സമയം എടുക്കും അതിൻ്റെ ആ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിക്കളഞ്ഞ് ഇച്ചിരി ആ ചൂടും കൂടി ഒന്ന് മാറിക്കിട്ടട്ടെ. ഇനി നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതൊക്കെ വേണമെങ്കിൽ മാത്രം മതി, കാരണം അരച്ചെടുക്കുമ്പോൾ വേറൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഉപ്പും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. ഇത്തിരി ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് കഴിയുമ്പോൾ കളർ ഒരു വ്യത്യാസമൊക്കെ വരുന്നുണ്ട്, ചിലർക്കൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു കടായി ചൂടായി വന്നപ്പോഴത്തേക്കും നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുത്തോളുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില അത് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നമ്മൾ കുറച്ച് ദിവസത്തേന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പച്ചമണം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. സ്വല്പം ഒരു മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/4 ടീസ്പൂൺ മാത്രമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പൊടികളൊക്കെ ഇത്ര തന്നെ ധാരാളം. ബാക്കി നമുക്ക് പിന്നാലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മുളക് സാധാരണ രീതിയിൽ ആവിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ അരച്ച് വെച്ചിരിക്കുന്ന മുളക് എണ്ണയിൽ കിടന്ന് അത് നന്നായിട്ട് മൂത്ത് ഏകദേശം വന്നിട്ടുണ്ട്. അത് വിട്ട് വരുന്ന പരുവത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ, അതായത് ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിതിവിടെ ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പുളിവെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ട് റെഡിയാക്കി കിട്ടണം. അതായത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. അതും ഏകദേശം ഒന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടേ തന്നെ ഇരിക്കുക. ഇനി നമുക്ക് കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശർക്കരയോ പഞ്ചസാരയോ ആവാം, പക്ഷെ ശർക്കരയായിരിക്കും എനിക്ക് അതിനോടാണ് യോജിപ്പ്. അപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിനാഗിരി നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. വിനാഗിരി എല്ലാം കൂടെ അതിൻ്റെ അകത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. സൈഡിലും എല്ലായിടത്തും ഒന്ന് റെഡിയായി കിട്ടിക്കോട്ടെ. ഈ സമയം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ഉലുവാപ്പൊടിയാണ്. ഉലുവ നമ്മൾ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. അതും സ്വല്പം മതി, ഓവറായിട്ട് പോവേണ്ട കാര്യമില്ല. ഒരു 1/4 ടീസ്പൂൺ കഷ്ടിയോളം മതിയാവും കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് അപ്പോൾ ഈ സമയം പ്രത്യേകിച്ച് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ എല്ലായിടത്തും ആ പൊടികളെല്ലാം കൂടി ഒന്ന് സെറ്റായി നമുക്ക് കിട്ടണം, അതിൻ്റെ അകത്തൊന്ന് പിടിക്കണം, അത്ര തന്നെ കേട്ടോ. ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം മുളകാണെന്നുണ്ടെങ്കിൽ ഇത്തിരി വലുതായിട്ട് കിടക്കും, അത്രമാത്രം. ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ദാ നമ്മൾ ചെറുതായിട്ടൊന്ന് തണുത്തൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് ഗ്ലാസ് ഉള്ള ബോട്ടിലുണ്ടല്ലോ, ഗ്ലാസ് ബോട്ടിൽസ്, അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു 3 ദിവസം കഴിഞ്ഞ് വേണേലും നമുക്ക് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേണേലും ഉപയോഗിക്കാം. അപ്പം മുമ്പും ഞാൻ ഇതുപോലെ ഒരു മുളകച്ചാറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.